ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടെ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനിവിടെ ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് 2 ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈൻ വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ വരയ്ക്കുക, അധികം ഗ്യാപ്പ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ചെയ്യുക. ഇനി 6 ഇഴ നൂലിനകത്താണ് നമ്മൾ ഓവർ കാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സ്റ്റിച്ച് ബോർഡിൽ വരച്ച അതേ നീളത്തിൽ തന്നെ ഞാൻ അളവ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ 6 എണ്ണാക്കിയിട്ട് മടക്കി മടക്കി എടുക്കണം കേട്ടോ. മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി പറയാണ്, നമ്മൾ 6 ഇഴ നൂലിലല്ല എടുത്തത്, മടക്കി മടക്കി കഴിയുമ്പോൾ 6 എണ്ണമായിട്ട് മടക്കി എടുക്കുമ്പോൾ 36 ഇഴയായിട്ട് കിട്ടും. അതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ 2 അറ്റവും കറക്റ്റായിട്ട് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ചതുരമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ, ആ ലൈനിനകത്ത്. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ നമ്മൾ ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇഴ നൂലാണ് എടുക്കുന്നത്. ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ട് വേറൊരു കളർ നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കൗച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചാണ് കൗച്ചിങ് ചെയ്തെടുക്കണേ കേട്ടോ. എന്നാൽ ഈ അടിയിലുള്ള നൂലിനെ ഒട്ടും തന്നെ നമുക്ക് പുറത്തേക്ക് കാണാൻ പാടില്ല. ഉരുട്ടി 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 നമ്മൾക്ക് ഇങ്ങനെ തുന്നി തുന്നി എടുക്കണം കേട്ടോ. നമ്മൾ കുഞ്ഞുമക്കളുടെ ഡ്രസ്സിനകത്തൊക്കെ ഇതുപോലത്തെ ഡിസൈൻ കണ്ടിട്ടുണ്ടാവും. നമ്മൾ 3D ഇഫക്റ്റായിട്ട് തോന്നും ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ ലെറ്ററൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പോലത്തെ. അതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഇത്. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ ചെയ്ത് തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. ഞാനിത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരുപാട് വിട്ടു പോകുന്ന ടെൻഷനുള്ളവർക്ക് നടുവിലും ഒരു സ്റ്റിച്ച് കൊടുക്കുക, അടിഭാഗത്തും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വിട്ടു പോകാണ്ടിരുന്നോളും. അപ്പം ഞാനിങ്ങനെ ചെയ്തപ്പോൾ പിരിച്ചൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂല് ഊരി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൂല് ഊരി പോന്നപ്പോൾ ഞാൻ വേറൊരു കളർ വെച്ചിട്ട് പൂർത്തിയാക്കിയത് കേട്ടോ. ഈ നൂല് മാറ്റിയിട്ട് വേറെ കളർ നൂല് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാവരും അടുപ്പിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാറ്റിൻ്റെ തുന്നൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് തുന്നിയെടുക്കാവുന്നതാണ് കേട്ടോ. ദേ ഇവിടെ ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരറ്റം മാത്രം ഇനി ബാക്കിയുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ടിൽ ചെയ്തത് അതുപോലെ തന്നെ കവർ ചെയ്ത് ഉരുട്ടി കൊടുക്കുക. ഒന്നും അടിയിലത്തെ നൂല് വെച്ചത് കാണരുത്. അതുപോലെ നമുക്ക് കവർ ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കൊരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഹാർട്ട് ഷേപ്പാണ് വരച്ചെടുത്തിരിക്കുന്നത്. അതിന് റോസ് കളർ ത്രെഡ് വെച്ചിട്ട് ഞാനത് അളവെടുത്ത് പിടിച്ച് അതേ നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ നീളം വെച്ച് നമ്മൾ 6 എണ്ണാക്കി എടുക്കേണ്ട. എന്നിട്ട് നമ്മൾ റെഡ് കളർ നൂല് വെച്ചിട്ട് അതിനെ കൗച്ചിങ് ചെയ്ത് കൊടുക്കുകയാണ്. അടുപ്പിച്ച് കൗച്ചിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻഡിങ് ഒക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൻ്റെ മുന വരുന്ന ഭാഗം ഉണ്ടല്ലോ താഴേക്കുള്ളത്, അവിടെയും വരുമ്പോഴും കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 എണ്ണമായിട്ട് വരച്ചു കൊടുക്കുക. ഉള്ളിൽ ചെറിയൊരു ഹാർട്ട് ഷേപ്പും കൂടി വരച്ചു കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് ആ ലൈനിനകത്ത് തന്നെ വരികയാണെങ്കിൽ നമ്മൾക്ക് ഒരേപോലെ സ്റ്റിച്ച് കിട്ടുള്ളൂ. വന്നില്ലെങ്കിൽ വേറെ ഷേപ്പായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ ചെയ്തതിൽ കുറച്ച് ഷേപ്പ് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലെറ്റേഴ്സൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ ലെറ്റർ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജെ എന്നുള്ള ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ആദ്യത്തെ ഹാർട്ട് ഷേപ്പ് കഴിഞ്ഞു. ഇനി 3 എണ്ണം കൂടി അടുത്തത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക് യു.